ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എല്ലാവരും തിങ്ക് ചെയ്യുന്നത് ഡിസ്റ്റൻസ് എന്നാണ്. ബട്ട് ട്രൂത്ത് എന്താണെന്ന് വെച്ചാൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഡിസ്റ്റർബ് ചെയ്യുന്നതല്ല. റിലേഷൻഷിപ്പ് ഡിസ്റ്റർബ് ചെയ്യുന്നത് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ലാക്ക് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലാക്ക് ഓഫ് എഫേർട്ടാണ്. അപ്പോൾ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള 4 പോയിന്റ്സ് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആളുകൾക്ക് അറിയുന്നുണ്ടാവില്ല, ഇവൻ എൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല, ഇവൻ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് സംസാരിക്കാത്തത്, അവൻ കുറച്ച് ദൂരെയല്ലേ, അപ്പോൾ അവനക്ക് വിളിക്കാൻ സമയം കിട്ടുന്നുണ്ടാവില്ല. അതായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡിലേക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവർക്കുള്ള ഒരു 4 പോയിന്റ്സ് ആണ് ഞാനിന്ന് പറയുന്നത്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും വലിയ ചലഞ്ചാണ് ട്രസ്റ്റ് ഇഷ്യൂസ്. നമ്മൾ നമ്മളെ പാർട്ട്ണറിനെ ഡെയിലി കാണുന്നില്ല, ബട്ട് നമ്മളെ മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക്കലി ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ അവൻ അല്ലെങ്കിൽ അവരിങ്ങനെ സംസാരിക്കുന്നില്ല ഒന്നുമില്ല, അപ്പോൾ അവരെ മൈൻഡിലേക്ക് വെറുതെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓട്ടോമാറ്റിക്കലി ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക, അവൻ എന്നെ ഇഗ്നോർ ചെയ്യുന്നുണ്ടാവുമോ, അല്ലെങ്കിൽ അവൻക്ക് എന്നെ ഇഷ്ടമുണ്ടാവില്ല, അവൻക്ക് വേറെ ആരെങ്കിലും ഉണ്ടാവുമോ എന്നിങ്ങനെ വെറുതെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലെ ആളുകൾക്ക് വെറുതെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത്, ഓപ്പൺ ആയിട്ട് നിങ്ങൾ സംസാരിക്കുക. എന്ത് കാര്യം സംസാരിക്കുമ്പോഴും അത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. പ്രോമിസ് കീപ്പ് ചെയ്യുക. പ്രോമിസ് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ പ്രോമിസ് കീപ്പ് ചെയ്യണം. ട്രസ്റ്റ് ഹൈഡ് ചെയ്യാതെ സംസാരിക്കുക. ഇപ്പോൾ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലെ ആളുകൾക്ക് ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് ട്രസ്റ്റ് ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ 3 പോയിന്റ്സ് കണ്ടിന്യൂ ചെയ്തു പോയാൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലെ ആളുകൾക്ക് നല്ലൊരു ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനോ ഹാപ്പി മൂമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. രണ്ടാമത്തതാണ് കമ്മ്യൂണിക്കേഷൻ, റിലേഷൻഷിപ്പിന്റെ ഓക്സിജൻ. കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്ലോ ആയിട്ട് നിന്ന് പോകും. ബിക്കോസ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഫിസിക്കൽ പ്രസൻസ് ഇല്ല. ഇമോഷൻസ് പ്രസൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ടാണ്. 5 അവർ കാൾ ചെയ്യണം എന്നല്ല പറയുന്നത്, നിങ്ങളൊരു സ്മാൾ മെസ്സേജ് അവർക്ക് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫുഡ് കഴിച്ചോ, ഉറങ്ങിയോ, അതുപോലെ തന്നെ ക്ലാസ്സിന് പോയോ അല്ലെങ്കിൽ ഓഫീസിൽ പോയോ, മിസ് യു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറിന് ഇവൻ എന്നെ കെയർ ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവൾ എന്നെ കെയർ ചെയ്യുന്നുണ്ടല്ലോ, എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നിങ്ങനെ തോന്നിപ്പോവും. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലെ ആളുകൾക്ക് ഒരു ഹാപ്പി മൂമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റും. ഇതൊക്കെ ഒരു സ്മാൾ വേർഡ്സ് ആണ്, ബട്ട് പാർട്ട്ണറിന് ഇത് ഫീൽ ചെയ്യിക്കുന്നത് പോലെ ആയിരിക്കും. ഒരു മനസ്സിലൊക്കെ നല്ലൊരു അടിപൊളി എന്നും ഇല്ലാത്തൊരു സന്തോഷമായിരിക്കും. എൻ്റെ പാർട്ട്ണർ എന്നോട് ഇങ്ങനെ ചോദിച്ചല്ലോ, എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചല്ലോ. സ്മാൾ മെസ്സേജ് ആയിരിക്കും, ബട്ട് എഫക്റ്റീവ് ബിഗ് ആയിരിക്കും. മൂന്നാമത്തതാണ് ക്വാളിറ്റി ടൈം, ക്വാണ്ടിറ്റി ടൈം അല്ല. കാൾ ചെയ്യാത്തത് കൊണ്ടാണ് റിലേഷൻഷിപ്പ് വീക്കായി പോകുന്നത്. ബട്ട് ട്രൂത്ത്, റിലേഷൻഷിപ്പിൽ ഫുൾ അറ്റൻഷൻ ഇല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ 1 അവർ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്ക് അന്നത്തെ ദിവസം സന്തോഷമായിട്ടുള്ള കാര്യങ്ങളും ചിലപ്പോൾ സങ്കടമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനോട് ഷെയർ ചെയ്യുന്നുണ്ടാവുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അറ്റൻഷൻ ഇല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ എന്ത് കാര്യം സംസാരിക്കുമ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർക്ക് അറ്റൻഷൻ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു 10 മിനിറ്റ് ഫുള്ള് ഹേർട്ടായി സംസാരിക്കുന്നത് 1 അവർ ഡിസ്ട്രാക്ടർ കാളിനേക്കാളും ബെറ്റർ ആണ്. ക്വാളിറ്റി ടൈം മീൻസ് നിങ്ങളൊരു നൈറ്റിൽ ഒരു ഡിന്നർ സെറ്റ് ചെയ്യുക, വീഡിയോ കോൾ വിളിച്ച് ഡിന്നർ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സെയിം സോങ്സ് ഷെയർ ചെയ്യുക. ടുഡേ ഈസ് ബെസ്റ്റ് മൂമെന്റ്സ് നിങ്ങൾ ഷെയർ ചെയ്യുക. അതായത് ഇന്നത്തെ ദിവസത്തെ
മൂമെന്റ്സ്, നല്ല ഹാപ്പി ആയിട്ടുള്ള മൂമെന്റ്സും കാര്യങ്ങളും നടന്നിട്ടുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഓൺലൈൻ മൂവി ടുഗദർ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണർ, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പുള്ള ആളുകൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ കൂടെ അടുത്ത് നിൽക്കുന്ന ഫീല് നിങ്ങൾക്ക് തോന്നിപ്പോകും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ആ ഒരു ഫീല് വരും. ഒരേപോലെ ഡിന്നറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒരേപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളടുത്താണ് നിങ്ങളെ പാർട്ട്ണർ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. 4ാമത്തെ കാര്യമാണ് റിലേഷൻഷിപ്പിൽ ഉറപ്പ് നൽകുക. അതായത് ഇപ്പോൾ നിങ്ങളെ വർക്കിന്റെ പ്രഷർ കൊണ്ടും അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വർക്ക് കഴിഞ്ഞ് ടയേർഡായി വന്നതുകൊണ്ടും ചിലപ്പോൾ വർക്ക് നിങ്ങൾക്ക് നല്ലോണം ഉള്ളതുകൊണ്ട് നിങ്ങൾ വൈകിട്ടാവും വീട്ടിലേക്ക് വരുന്നുണ്ടാവുക. ബട്ട് നിങ്ങളെ പാർട്ട്ണറിന് അത് അറിയില്ല. അപ്പോൾ നിങ്ങളെ പാർട്ട്ണർ ബ്രെയിനിലേക്ക് ഓട്ടോമാറ്റിക്കലി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവൻ എന്തുകൊണ്ടാണ് എനിക്ക് വിളിക്കാത്തത്, അവൻ എന്നെ അവോയ്ഡ് ചെയ്യുകയാണോ, അതുപോലെ തന്നെ ഇങ്ങനെ സാഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളെ പാർട്ട്ണർ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ അവരോട് ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് അവരോട് ദേഷ്യപ്പെടും. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങളെ പാർട്ട്ണർ ചിലപ്പോൾ വിളിക്കാത്തത് ചിലപ്പോൾ വർക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടായിരിക്കാം. അത് നിങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം അവരോട് സംസാരിക്കാൻ. ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ പാർട്ട്ണർ വിളിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളെ പാർട്ട്ണറിനോട് ദേഷ്യം കാണിക്കരുത്. നിങ്ങൾ പാർട്ട്ണർ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു സ്മാൾ ലൈൻസ് ആയിട്ട് കൊടുക്കുക. അതായത് ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ട്, ഞാൻ നിന്നെ ഇഗ്നോർ ചെയ്യുകയില്ല, എനിക്ക് ജോബ് ഉണ്ടായിരുന്നു, എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ നിന്റെ കോൾ എടുക്കായിരുന്നത്, അല്ലാതെ ഞാൻ ഒരിക്കലും നിന്നെ ഇഗ്നോർ ചെയ്യുകയില്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നീ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാതുമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ പാർട്ട്ണറിനോട് നിങ്ങൾ പറയുക. നിങ്ങൾ അങ്ങനെയുള്ള ഒരു പ്രോമിസും കാര്യങ്ങളൊക്കെ നിങ്ങളെ പാർട്ട്ണറിന് നിങ്ങൾ കൊടുക്കുക. ഒരിക്കലും നിങ്ങളെ പാർട്ട്ണറിന് കൊടുത്ത പ്രോമിസ് ഒരിക്കലും നിങ്ങൾ തെറ്റിക്കരുത്. ആ പ്രോമിസ് നിങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് പോവുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങളെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള ആളുകൾ സക്സസ് ആവാനുള്ള ഫോർമുലയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഫോർമുല നിങ്ങൾ കീപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ബ്രെയിനിലേക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മാറ്റിയിട്ട് എൻ്റെ പാർട്ട്ണർ എന്നെ നല്ലോണം കെയർ ചെയ്യുന്നുണ്ട്, എൻ്റെ പാർട്ട്ണർ എൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ട്, എൻ്റെ പാർട്ട്ണർ എന്നോട് സപ്പോർട്ടാണ്, വർക്കിലാണെങ്കിലും എന്നെ എപ്പോഴും കൂടെ കൂട്ടി നടക്കുന്നുണ്ട്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എൻ്റെ പാർട്ട്ണർ, ഇത് മതി എനിക്ക്, എൻ്റെ അടുത്തുള്ള ഫീലാണ് എനിക്ക് കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് തോന്നിപ്പോകും, എൻ്റെ അടുത്ത് നിൽക്കുന്ന ഫീലാണ് എനിക്ക് കിട്ടുന്നത് എന്ന് തോന്നിപ്പോകും. നിങ്ങളെ പാർട്ട്ണറിനോട് സംസാരിക്കുന്ന സമയത്ത് അറ്റൻഷൻ കൊടുത്ത് വേണം സംസാരിക്കാൻ. അറ്റൻഷൻ ഇല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. റിലേഷൻഷിപ്പ് മുന്നോട്ട് സക്സസ് ആയി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രസ്റ്റ്. ഈ ട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങളെ റിലേഷൻഷിപ്പ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യവുമില്ല. എന്തിനും ട്രസ്റ്റ് ഉണ്ടാവണം, എന്നാൽ മാത്രമേ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ സക്സസ് ആവാൻ, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് സക്സസ് ആവാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ഈ ഒരു ഞാൻ പറഞ്ഞ ഈ ഫോർമുല കീപ്പ് ചെയ്ത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്കൊരു അടിപൊളി നല്ലൊരു ഹാപ്പി മൂമെന്റ്സും നല്ലൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.